ഇന്നലെ ഖത്തർ എന്ന രാജ്യത്ത് ദോഹയിൽ നടന്ന ചർച്ചകളിൽ ഒരു വെടിനിർത്തലിന് തീരുമാനമായിരിക്കുന്നു. 1.5 വർഷത്തോളം ഒക്ടോബർ 2023 തുടങ്ങിയ ഈ സംഘട്ടനം, അതല്ലെങ്കിൽ യുദ്ധം, ഹമാസ്, ഇസ്രായേല്, ഖത്തർ അധികാരികൾ, അമേരിക്കയുടെ എല്ലാം മധ്യസ്ഥതയിൽ നടന്ന ഒരു ചർച്ചയിൽ അവർ സാങ്കേതികമായിട്ട് വെടിനിർത്തലിന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ ഹമാസിന്റെ കൈവശമുള്ള 100 ബന്ദികളിൽ 33 പേരെ വിട്ടുകൊടുക്കും എന്നൊക്കെയാണ് തീരുമാനങ്ങൾ. എന്നാൽ ഇത് കഴിഞ്ഞ് അപ്പം തന്നെ പിറ്റേ ദിവസം 86 ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു ബോംബിങ് ഗാസയിൽ നടന്നിട്ടുണ്ട്. അത് ഇതിനെ ബാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. തന്നെയുമല്ല, ഈ വെടിനിർത്തൽ തീരുമാനം ഇസ്രായേലി ക്യാബിനറ്റിനുള്ളിൽ വന്ന ശേഷം അവിടുത്തെ ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇതിന്റെ തീരുമാനത്തിലെത്തുള്ളൂ. പക്ഷെ ബെൻ ഗ്വീർ എന്ന് പറഞ്ഞ ഇസ്രായേലി നെതന്യാഹു മന്ത്രിസഭയിൽ തന്നെ ഭാഗമായ ഒരു പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇതിനൊന്നും നിൽക്കണ്ട, കാരണം അവർക്ക് ശക്തമായിട്ടുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഇസ്രായേലിന് ജയിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊരു വെടിനിർത്തലിന് വേണ്ടി അനുവദിച്ചു കൊടുക്കണ്ട, വഴങ്ങി കൊടുക്കണ്ട എന്നാണ് തീരുമാനം. പക്ഷെ ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയതായിട്ട് ഒരാഴ്ചക്കുള്ളിൽ വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കയിലെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 2 ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തെ വളരെ മോശമായ ഒരു പദപ്രയോഗം നടത്തി നെതന്യാഹുവിനെ അവഹേളിച്ചു. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഇതായി വരുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ജോ ബൈഡൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ബെഞ്ചമിൻ നെതന്യാഹു ടിവിക്ക് മുമ്പിൽ വന്നു അഭിനന്ദിച്ചു. താങ്കൾ ജയിച്ചതിൽ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അത് ഡൊണാൾഡ് ട്രംപിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത് ലോയൽറ്റി, അതായത് നെതന്യാഹുവിന് ട്രംപിനോട് ലോയൽറ്റി ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിന്റെ പേരിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടുകൊടുക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, യുദ്ധത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല, അവിടുത്തെ പ്രശ്നങ്ങളിലും താല്പര്യമില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് കൂടുതലായിട്ട് ബന്ധം കൊണ്ടു നടക്കുന്നത് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് MBS, അദ്ദേഹത്തിന്റെ മരുമകൻ ജെറഡ് കുഷ്ണർ, ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്ണറും ഒക്കെ ആയിട്ട് വളരെ ഇൻവോൾവ്ഡ് ആണ് ഈ കാര്യത്തിൽ. അപ്പൊ സൗദി താല്പര്യങ്ങൾ കൂടുതലായിട്ട് സംരക്ഷിക്കുന്നതിനാണ് ഡൊണാൾഡ് ട്രംപ് നോക്കുന്നത്. അതേ മാറ്റം സൗദി അറേബ്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു എബ്രാഹിമിക് അക്കോർഡ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ കൂടുതലായിട്ട് ട്രംപിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മധ്യപൂർവേഷ്യയിൽ കൂടുതലായിട്ട് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ. ഇതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 86 ആൾക്കാരെ ഇന്നലെ ബോംബ് ചെയ്ത് ഇസ്രായേൽ കൊന്നിരിക്കുന്നത്. അത് ഒരു പക്ഷെ എന്തെങ്കിലും തീവ്രവാദ നീക്കങ്ങളുടെ പേരിലായിരിക്കാം. ഇസ്രായേൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് 100 ബന്ദികളെ ജീവനോടെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗസ എന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹമാസ് ഒരു ചെറിയൊരു രൂപം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർ വില പേശുന്നത് ഈ 100 ബന്ദികളെ അവരുടെ ചുറ്റിനും കവചമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ കവചം ഉള്ളത് ആയതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് അതിന് ശക്തി ഉപയോഗിച്ച് ഒരു അവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തത്. കാരണം ഗൂഢമായ സൂത്രത്തിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷന് ഇസ്രായേൽ തുനിഞ്ഞു കഴിഞ്ഞാൽ ഈ 100 പേരുടെ ജീവിതം പോകും. ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് തന്നെയുമല്ല, പാലസ്തീനികൾ ഹമാസിനോട് ഇപ്പോൾ ഇന്ന് ഗസയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഹമാസ് എന്ന് പറഞ്ഞാൽ പിള്ളേര് എയറിൽ എടുത്തിട്ട് ഇടിക്കുന്ന അവസരമാണ് ഗസയിൽ നടക്കുന്നത്. കാരണം അവിടെ പോയി 1200 ആൾക്കാരെ കൊന്നതിന്റെ പേരിലാണ് ഒരു 50,000-നും 60,000-നും ഇടയിൽ പലസ്തീനികളെ ജീവൻ പോകാനായിട്ട് സാഹചര്യം ഉണ്ടായത് എന്ന് വ്യക്തമായിട്ടും അവർ അനുഭവിച്ച് തീർത്ത ഒരു ജനമാണ് പലസ്തീനികൾ. അപ്പൊ ഹമാസ് മനുഷ്യാവകാശം, അവരുടെ ഭൂമി, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ആക്രമിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഈ നാശനഷ്ടം മനുഷ്യനഷ്ടങ്ങളും മനുഷ്യന്റെ ജീവനും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും ഈ നഷ്ടമുണ്ടായത് എന്നുള്ളത് പലസ്തീനികൾക്ക് തിരിച്ചറിയും. ഇന്ന് ഹമാസിന്റെ വാദത്തിന് അവിടെ ഒരു
വിലയുമില്ല. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് നമ്മൾ ഇസ്രായേലി സേന ഒരു പറ്റം ജനങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ അവർ പറയുന്നുണ്ട്, ഹമാസിനെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ച് ഒട്ടയ്ക്കുന്നാണ് പറയുന്നത് ആ കുഞ്ഞു കുട്ടി. അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഹമാസിന് ഒറ്റയ്ക്ക് കിട്ടുമേ ഈ പലസ്തീനിൽ നല്ല ഇടി കൊടുക്കുന്നതായിട്ടും രംഗങ്ങൾ വന്നിരുന്നു, അവർ തെറി പറയുന്നതായിട്ട്. ഇപ്പൊ ഇന്ന് ഹമാസിന് പിന്തുണയുള്ള ഒരേ ഒരു വിഭാഗം നമ്മുടെ കേരളം വടക്കൻ ജില്ലകളിലാണ്. പ്രത്യേകിച്ച് ഒരു മൗദൂദി ചാനല്, ഞാൻ ഇന്നലെ അവരിരുന്ന് പറയുന്നത് കണ്ടു, പാവം പിഞ്ചു പലസ്തീൻ കുഞ്ഞുങ്ങൾ. ആ പദം ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇറ്റിങ്ങളെ കുരുതി കൊടുക്കാനുള്ളതാണെന്ന് മനസ്സിലായിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇന്നെങ്ങാനും ഈ മൗദൂദി ചാനലിലാണ് നിങ്ങൾ എരകളാണെന്നും പറഞ്ഞ് ഇവരെങ്ങാനും മലയാളം അറബിക്കിലാക്കി അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഏതൊരു വ്യക്തി ഇന്നലെ അവരുടെ അടുപ്പൂട്ടി ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഗാസ മുഴുവനും നടന്നു, പാവം കുഞ്ഞുങ്ങൾ മരിക്കുകയല്ലേ എന്നൊക്കെ ഇരുന്ന് അവരുടെ ഭാഷയുണ്ടല്ലോ ആ അടുപ്പൂട്ടി ചർച്ചയിലെ. ഇവരെയൊക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗാസയിലെ പിള്ളേര് പിടിച്ചിട്ട് അങ്ങോട്ട് ഇടിച്ച് ഒട്ടക്കി ഇവൻ അവിടെ പോവില്ല. ഇവിടുന്ന് ഒരു 177 ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ആ ഒരു പരിപാടി ഇന്ന് കേരളത്തിൽ മാത്രം ഇങ്ങനെ ആൾക്കാരെ കിട്ടുള്ളൂ. അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിൽ പോയാൽ പോലും ഇങ്ങനെയുള്ള ഈ വിശുദ്ധ യുദ്ധത്തിന് കിട്ടില്ല. അപ്പൊ ഈ ചാനൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. അതൊരു ഭാഗമായിട്ട്. അപ്പോ വെടിനിർത്തലിന് ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജോ ബൈഡന്റെ ആഗ്രഹം, അദ്ദേഹം ഈ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്നവരെ എഴുതി വെക്കും, ഇദ്ദേഹം ഇതിന് പരിഹാരം കണ്ടിട്ടാണ് പോയിരിക്കുന്നത് എന്നൊരു ഇത് തന്നെയുമല്ല, അടുത്ത ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വരാൻ പോകുന്നത് അതിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, അദ്ദേഹം ഒരു ക്യൂബൻ ഒറിജിനാണ്. മധ്യപൂർവേഷ്യ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, കൺസർവേറ്റീവ് ആണ്. മധ്യപൂർവേഷ്യയിലെ കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തമായിട്ട് ഇടപെട്ട് ഇന്നത്തെ ആന്റണി ബ്ലിങ്കൻ ഒരു മൃദു സമീപനമുള്ള വ്യക്തിയാണ്. പക്ഷെ മാർക്കോ റൂബിയോ അണുക്കട്ടയ്ക്ക് സമ്മതിക്കാൻ സാധ്യത കുറവാണ്. ഒപ്പം തന്നെ ഉള്ളത് മൈക്ക് ഹക്കബി, മുൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇസ്രായേലിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയ പോലെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് മൈക്ക് ഹക്കബി. അദ്ദേഹം ട്രംപിനോട് ഇസ്രായേലി അംബാസഡർ സ്ഥാനം ചോദിച്ചു വാങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇനി ഇസ്രായേലില് ഒരു പക്ഷെ ട്രംപും നെത്തന്യാഹും തമ്മിൽ അഭിപ്രായ സ്വരവ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി മൈക്ക് ഹക്കബിയും മാർക്കോ റൂബിയോ പോലെയുള്ള നേതാക്കന്മാർ അവിടെ വ്യക്തമായിട്ടുള്ള ഇസ്രായേലിന് പ്രാതിനിധ്യവും ഇസ്രായേലിന് പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ ഈ ഇസ്രായേൽ ഗാസ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ഒരു പക്ഷെ ട്രംപിനെ അനുനയിപ്പിച്ച് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് പലസ്തീനില് ഹമാസിനെ ഉടച്ചു മാറ്റി ഇല്ലാണ്ടാക്കുമെന്ന് തന്നെയാണ്. പലരും നമ്മളുടെ മലയാള ചാനലുകളിൽ, പ്രത്യേകിച്ച് മൗദൂദി ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഹമാസ് ജയിച്ചില്ലേ, ഹമാസ് ഹമാസിന്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നില്ലേ. ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ജീവന് വിലയുള്ളതുകൊണ്ടാണ്. 100 ജീവൻ. ഇസ്മയിൽ ഹനിയ അതല്ലെങ്കിൽ ഈ സിൻവാറൊക്കെ 1200 ആൾക്കാരെ കൊന്നതിന് 50,000 പലസ്തീനികളെ ഇസ്രായേൽ വരിയെന്നെടുത്ത് കൊന്നു കളഞ്ഞു. നിങ്ങൾക്ക് കരയാൻ അവസരം കിട്ടി കുട്ടികളാന്ന്. നിങ്ങൾ കാരണം ജീവന് വില കൊടുക്കുന്നില്ല. കാരണം ഇതൊരു വിശുദ്ധ യുദ്ധമാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നും പറഞ്ഞ് നിങ്ങൾ കൊലക്കിട്ട് കൊടുക്കുക. അതാണ് ഇന്ന് മൗദൂദി ചാനലും പറയുന്നത്. പക്ഷെ നിങ്ങളെ കിട്ടിയാൽ ഇന്ന് പാവം പലസ്തീനികൾ ഇടിച്ചോടക്കും. നിങ്ങളത് എഴുതി വെച്ചോ, സുഡാപ്പികളെ, കേരളത്തിലെ സുഡാപ്പികളെ എഴുതി വെച്ചോ, ഇടിച്ചോടക്കിയോ അവര്. കാരണം ഇന്ന് ഗാസയില് ഹമാസിനെ എയറിൽ നിർത്തിയിരിക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ ചുറ്റുമുള്ള ഇറാനൊക്കെ മാറി. ഇറാനൊന്നും ഇനി ഹമാസ് ഗാസയൊന്നുമില്ല അവർക്ക്. അവർ വേറൊരു രാജ്യമാണ്. അവരുടെ വിശ്വാസം തന്നെ മാറി. ഒരു രാജ്യങ്ങളും ഇവിടെ ഇല്ല. തീവ്രവാദത്തിനെ ഉടച്ചു മാറ്റുക തന്നെ ചെയ്യും. നമുക്കിനി നോക്കി കാണേണ്ടത് ഇസ്രായേൽ ക്യാബിനറ്റ് ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ലോകം നോക്കി കാണുന്നത്.